Okay, PowerPoint ഇതിനകത്ത് എത്ര please don't mute always. Sorry, don't unmute always. Mute and keep yourself. പേജ് 69 ഇതിനകത്ത് എത്ര സമയം ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം കുറച്ച് ഷെയർ ചെയ്യുമ്പോഴേക്കും തന്നെ സ്ക്രീനിൽ എന്തോ തെളിഞ്ഞു വരും, പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വരുമ്പോൾ എന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണം കേട്ടോ. മിസ് വി കാൺ സീ എന്ന് പറയണം. ഓക്കെ, മുഹമ്മദ് കെ, ലുക്ക് അറ്റ് ദ സ്ക്രീൻ പ്ലീസ്. ഓക്കെ, നൗ സീ, നമ്മൾ സാധാരണ പവർ പോയിന്റിന്റെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് വരുന്നത്. നമ്മളിവിടെ കാണുന്നില്ലേ? ഓക്കെ ശരി. ഇപ്പൊ എന്നതാ ഞാന് ഇപ്പൊ കാണാൻ പറ്റുമെന്നാണോ? കെൻ യു സീ നൗ? ഇല്ല, എന്ത് പറ്റി? കാണാൻ പറ്റുന്നില്ല. സ്ക്രീൻ ഷെയറിംഗ് സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ് കാണിക്കുന്നത്. ഇംഗ്ലീഷ് സ്കൂൾ സ്റ്റാർട്ടഡ് സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നു. എന്ത്? വാട്സ്ആപ്പ്. Okay, wait, let me find out. PowerPoint. എന്തെങ്കിലും കാണുന്നുണ്ടോ? No miss. No. നീ എവിടെയാ ഉള്ള മുത്തേ? ഇപ്പൊ ഇല്ലേ? ശരി, നീ സ്ക്രീനിൽ നോക്കി ഇരുന്നാ മതി കേട്ടോ. ഫോൺ ഉണ്ടല്ലോ. ഓക്കെ, പുസ്തകമൊന്നും വേണ്ട. Now can you see this screen? ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. ഇത് എപ്പോ കട്ടാകുമെന്ന് അറിയത്തില്ല. ഈ പവർ പോയിന്റ് ഒന്നും നമ്മുടെ ലാപ്പിൽ താങ്ങുന്നില്ല. ഓക്കെ, see this. When we open the PowerPoint, the screen will be like this way. Go to file. നമുക്ക് പുതിയതൊരെണ്ണം എടുക്കണമെങ്കിൽ go to file and click here on new എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഓൾറെഡി ന്യൂ ആണ്, പുതിയൊരു ഫയലാണ് വന്നേക്കുന്നത്. ബ്ലാങ്ക് ആൻഡ് റീസെന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സോ ക്ലിക്ക് ഓൺ ബ്ലാങ്ക്. അപ്പൊ നമുക്ക് പഴയ പോലെ തന്നെ ഇതുപോലെ തന്നെ സ്ക്രീൻ വിൽ ബി ഓപ്പൺഡ്. ഓക്കെ, നെക്സ്റ്റ് ഹിയർ ന്യൂ സ്ലൈഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സെലക്ട് ദിസ് വൺ ഓർ എനി ടൈപ്പ്. ഏത് മോഡൽ വേണേലും നമുക്ക് എടുക്കാം. ബ്ലാങ്ക് ആയിട്ടുള്ളത് വേണമെങ്കിൽ എടുക്കാം. ഓർ ന്യൂ സ്ലൈഡ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ദർ ആർ മെനി ഓപ്ഷൻസ്. ലൈക്ക് ദിസ് വേ, അതർവൈസ് ലൈക്ക് ദിസ് വേ യു ക്യാൻ. Otherwise you can select like this way, click to add title എന്നൊക്കെ പറഞ്ഞ് ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഏത് വേണേലും എടുക്കാം. ഓക്കെ, now I have taken. എന്താ എന്റെ മോനെ നീ പറയുന്നതൊന്ന് ക്ലിയർ ആയിട്ട് പറ മുഹമ്മദേ, ഇല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുക. എന്താ പറഞ്ഞേ? മിസ് അന്നൊരു ചിത്രം വരുന്നത് ഓക്കെ, അത് വരച്ച അതിനിടയ്ക്ക പിന്നെ റിവൈസ് ആയിരിക്കും അല്ലേ? റിവൈസേ. നെക്സ്റ്റ് ഡോണ്ട് ഡ്രോ. മുഹമ്മദ് എന്നത്തെ കാണിച്ചുള്ളൂ. അപ്പൊ ഒന്നെങ്കിൽ മുഹമ്മദ് കെ അല്ലെങ്കിൽ മുഹമ്മദ് റിവൈസ്. രണ്ടിനെ ഞാൻ ശരിയാക്കുന്നുണ്ട്, ഇത് കഴിയട്ടെ. നെക്സ്റ്റ് ഹിയർ ഇഫ് യു വാണ്ട് ടു ടേക്ക് എനി പിക്ചർ, ഗോ ടു ഇൻസേർട്ട്. ഇൻസേർട്ടിൽ പോയി ക്ലിക്ക് ചെയ്യുക. വീണ്ടും മുഹമ്മദിന്റെ പേരാ വന്നേക്കുന്നത്. റിവൈസ് ആയിരിക്കും അല്ലേ? അതെയോ മുഹമ്മദ് കെ ആണോ? പൊക്കും ഞാൻ രണ്ടിനെ തൊട്ടിട്ടില്ല. അന്ന് നമ്മുടെ റിവൈസ് ആയിരിക്കും. ഓക്കെ, ഇൻസേർട്ട്. ഡാ പേര് ഇവിടെ തെളിഞ്ഞടാ. ഇനി നീ ഞാനല്ല എന്ന് രണ്ട് മുഹമ്മദേ ഉള്ളൂ ഇവിടെ. ഒരു മുഹമ്മദ് കെയും ഒരു മുഹമ്മദ് റുവൈസും. കമ്പ്യൂട്ടർ ഫുൾ നെയിം തന്നില്ല, മുഹമ്മദ് എന്ന് മാത്രമേ കാണിച്ചുള്ളൂ. അതുകൊണ്ട് മുഹമ്മദ് കെ അല്ലെങ്കിൽ മുഹമ്മദ് റുവൈസ്. നിങ്ങൾ കളത്തരം പറയണ്ട, കമ്പ്യൂട്ടർ അപ്ലൈ പേരൊക്കെ കാണിക്കും. ഓക്കെ, സി ഹിയർ ഐ ക്ലിക്ക്ഡ് ഓൺ ഇൻസേർട്ട്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിക്ചേഴ്സ് ഉണ്ട്, ക്ലിപ്പ് ആർട്ട് ഉണ്ട്, ഫോട്ടോ ആൽബം ഉണ്ട്, ഷേപ്സ് ഉണ്ട്, സ്മാർട്ട് ആർട്ട് ഉണ്ട്, ചാർട്ട് ഈസ് ദർ, ഹൈപ്പർ ലിങ്ക്, ആക്ഷൻ, ടെക്സ്റ്റ് ബുക്ക്, ഹെഡർ ആൻഡ് ഫൂട്ടർ, വേർഡ് ആർട്ട്, ഡേറ്റ് ആൻഡ് ടൈം, സ്ലൈഡ് നമ്പർ, സിമ്പിൾ, ഒബ്ജക്റ്റ്, മൂവി, സൗണ്ട്, ലൈക്ക് ദാറ്റ് വേ.
സോ മെനി ഓപ്ഷൻസ് ആർ ദർ. ഇനി ടേബിൾ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ടേബിൾ നമുക്ക് ഇത് വേണ്ട. ഇപ്പൊ നമുക്ക് ഇത് 2 tables മാത്രമാണെങ്കിൽ സ്ക്രീനിൽ you can see the 2 tables on the screen. If you want to take in 3 1 4 1 5 ഇങ്ങനെ ഇത്രയും വേണമെങ്കിൽ ടേബിൾ വന്നേക്കുന്നുണ്ടോ? ഓക്കെ. ഇഫ് യു വാണ്ട് ടു ടേക്ക് ദിസ് മച്ച്, അയ്യോ അത് ക്ലിക്കായി അവിടെ. ക്ലിയർ ഓൾ കൊടുത്തോ? പോയാല? ഓക്കെ, അതറിയാതെ ക്ലിക്കായി പോയി. ഇനി ഇൻസെർട്ട് ഞാൻ ഇതിനകത്ത് നോക്കാം. രണ്ടാമത് കേൾക്കുന്നില്ല. ആർക്ക്? സായി കൃഷ്ണ, മുഹമ്മദ് റഹന്ന ആൻഡ് ഓൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മോനെ കുട്ടെ, എന്നാ പിന്നെ മോന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ജസ്റ്റ് പ്ലീസ് ചേഞ്ച് യുവർ സീറ്റ്. ഒന്ന് സീറ്റ് ചേഞ്ച് ചെയ്യല്. ഫോൺ സൈലന്റിലാണോ എന്നൊക്കെ നോക്കിയേ. ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട് മോനെ? ഓക്കെ. സോ നമ്മളിവിടെ ആദ്യം ഫയല് ഓക്കെ. ഇനി ഞാനിപ്പോ ഇവിടെ അറിയാതെ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് പോയി, അതുകൊണ്ട് ടേബിൾ വന്നു. ഇവിടെ നിന്ന് വേണം നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനോ ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ അടുത്തതിലേക്ക് വരികയാണ്. ഇൻസേർട്ടിൽ പോയിട്ട് പിക്ചേഴ്സ് എടുത്തു. നോ ഐറ്റംസ് മാച്ച് യുവർ ഓൾ പിക്ചേഴ്സ് കൊടുത്തു. അതിനകത്ത് പിക്ചേഴ്സ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിപ്പാർട്ടിൽ പോകുന്നു. ക്ലിപ്പാർട്ടിൽ എന്താ ഉള്ളേ? അവിടെ ഒന്നും കാണുന്നില്ല. ദിസ് മെനി പിക്ചേഴ്സ് ആർ ദെയർ ഇൻ അവർ കമ്പ്യൂട്ടർ. ഇത്രയും പിക്ചർ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്യാണ്. ഞാൻ ഒരു ഡെസേർട്ട് എടുക്കാം. ഐ ക്ലിക്ക്ഡ് ഓൺ ഡെസേർട്ട്. ദെൻ ഹിയർ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അഗെയിൻ വി ഹാവ് ടു ക്ലിക്ക് ദെയർ. സി, ഇവിടെ ചിത്രം വന്നു. കണ്ടോ? എഡ്വിനെ കണ്ടോ? ഓക്കെ. എന്താണ് ഇനി ഇത് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. ദ ക്ലിക്ക് ഹിയർ സേവ് എന്നുള്ള ഓപ്ഷൻ, ഫയലിൽ പോയി ക്ലിക്ക് ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം പ്രസന്റേഷൻ 2 എന്നാണ് നെയിം വന്നിരിക്കുന്നത്. നമുക്ക് എന്താ 5 എന്നെങ്ങാനും കൊടുക്കാം. ഒരു നമ്പർ, നിങ്ങളുടെ ക്ലാസ് 5th സ്റ്റാൻഡേർഡ് ആണ്, ജസ്റ്റ് 5 എന്ന് കൊടുക്കുക. സേവ് കൊടുത്തു. ഓക്കെ. ഇനി ഇതെല്ലാം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നെല്ലാം ക്ലോസ് ചെയ്യാന്ന് വിചാരിച്ചോ? എല്ലാം ക്ലോസ് ചെയ്തു. ആഫ്റ്റർ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? ഓപ്പൺ, അതിൽ ക്ലാസ് 5 ഉണ്ട്. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്തത് കാണുന്നില്ല. ഒട്ടും കണ്ടില്ലേ? ഇപ്പൊ ഇല്ല. ആദ്യം ചെയ്തതൊന്നും കണ്ടില്ല? നമ്മുടെ ഡെസേർട്ട് ഒന്നും കണ്ടില്ല? ഓപ്പൺ ആക്കിയത് കണ്ടില്ലെന്നല്ലേ? ഓക്കെ, ഓപ്പൺ ആക്കിയത് കാണിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ പവർ പോയിന്റ് ഓപ്പൺ ആക്കി. നമ്മുടെ ഇതിന്റെ പേരെന്തായിരുന്നു? ജസ്റ്റ് 5 എന്നാ നമ്മൾ പേര് കൊടുത്തല്ലേ? ഇവിടെ ഫയൽ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ കൊടുക്കുന്നു. വന്നില്ലേ? ഇല്ല. പോയാ? ഒന്നും വന്നില്ല.
സേവഡ് ആയതായിരുന്നല്ലോ, എന്ത് പറ്റി? വരുന്നില്ല. വരുന്നില്ല, പോയി. ഓക്കെ, നമുക്ക് പുതിയതെടുക്കാം. ഓക്കെ, വി വിൽ ഗോ ടു ഫയല് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പുതിയ ഒരു ന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് വന്നു. ഓക്കെ, വി ആർ ടേക്കിംഗ് ഫ്രം ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പിക്ചേഴ്സ് കെനിസി ഇപ്പൊ കാണുന്നുണ്ടോ? ഇവിടെ എന്തോ തെളിഞ്ഞു വന്നിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, പിക്ചേഴ്സില് വീഡിയോസ് ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, എന്താ നോക്കട്ടെ. സാമ്പിൾ വീഡിയോസ്, നോ ഐറ്റം മാച്ചസ് ഫോർ ഓപ്പൺ. വീഡിയോ ഇല്ല ഇതിനകത്ത്. ഓക്കെ, പിക്ചേഴ്സിൽ തന്നെ പോകാം അല്ലേ. പിക്ചേഴ്സിൽ അത്രയും പിക്ചറുണ്ട്. ഞാൻ നമ്മുടെ കോയലാനെ കൂട്ടിക്കൊണ്ടുവരാം. അല്ല, പെൻഗിനെ എടുക്കാം അല്ലേ. ഓക്കെ, പെൻഗിനി എടുത്തു. ക്ലിക്ക് ഹിയർ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്തപ്പം പെൻഗിനി ഇവിടെ വന്നു. ഓക്കെ, പെൻഗിനെ കണ്ടാ സായി? യെസ്, കേൾക്കുന്നുണ്ടോ ഇപ്പം? ഇടയ്ക്കിടയ്ക്ക് അത് ഇപ്പൊ ഒരാളാരോ കയറി അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ക്രീൻ ഇത് കമ്പ്യൂട്ടർ ഇത്തിരി പഴകിയതിൻ്റെ അല്ല, കുറച്ചൊരു മാറ്റം. ഇനി ഇത് നമ്മൾ സ്ലൈഡ് ഷോ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ചിത്രം കിട്ടിയില്ലേ? വേണ്ട ആനിമേഷൻസ് ഡിസൈൻ ചെയ്യുന്നതിൽ ക്ലിക്ക് ഓൺ ഡിസൈനിൽ നമുക്ക് ഇതിങ്ങനെ എടുത്താൽ ഈ ചിത്രം ഇതുപോലെ ഇരിക്കും. പോകുന്നില്ലേ? ഒന്നും മാറ്റം വരുന്നില്ല അല്ലേ? സൂപ്പർ അല്ലേ? ഇത് നല്ല ഡിസൈൻ അല്ലേ? അല്ലേ? ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വരും. ഇത് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ആയിട്ട് വരും. ദിസ് വൺ ഫ്രം ദിസ് സൈഡ്. ഇത് ഫണ്ടാസ്റ്റിക് ആണ് അല്ലേ? അതെവിടുന്ന വിലാപം കേൾക്കുന്നേ? ആരായിരുന്നു വിലപിച്ചോണ്ട്? ക്ലിപ്പാർട്ടിലൊന്നും വരുന്നില്ല അതിനകത്ത്. ആരായിരുന്നു ഇപ്പൊ കരഞ്ഞോണ്ടിരുന്നയാള്? ഒരു ദീനരോധനം. റുവൈസാണോ? റുവൈസേ ഇപ്പൊ ഒരു രോദനവും ഇല്ല. എന്തായിരുന്നു ഒരു ദീനരോധനങ്ങള്? ഇടയ്ക്ക് എന്തോ ഒരു ദീനരോധനങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതാരായിരുന്നു എന്ന് ചോദിച്ചത്. ഒരു വയസ്സ് വീണേന്റെ വേദനയാണോ ഇപ്പം? ഓക്കെ, ശരി. ടേക്കൻ എ ഫ്ലവർ. ഇനി ഇതിനെ ആനിമേഷൻ ചെയ്ത് കഴിഞ്ഞാല്
Like this way. Next, wait. Again, clip art, sorry, pictures. Pictures അടുത്ത picture എടുക്കുന്നു. Insert കൊടുത്തു. അടുത്ത picture വന്നു. Next, insert pictures. Insert. Next, insert pictures. Jellyfish. Insert. Okay. Next, insert pictures. Koila. Your friends. Do you like to have this one as friends? No? മിസ് ചെയ്താലും ഞാൻ എൻ്റെ ലാപ്ടോപ്പ് കണ്ടിന്യൂ. Continue. Okay. പക്ഷെ നമ്മുടെ ഈ ലാപ്പിൽ ഇത് അല്ലെങ്കിൽ ഓരോ നമ്മളിപ്പോൾ എടുത്ത പിക്ചേഴ്സ് ഓരോന്നുമായിട്ട് വരേണ്ടതായിരുന്നു. നമ്മുടെ ലാപ്പിന്റെ ആ ഒരു ഇതും കൊണ്ടാണ് കേട്ടോ വരാത്ത, ശരിയാവുന്നില്ലത്. ഓക്കെ, ഇനി സൗണ്ട്ലെസ് സൂം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റാത്ത. ഇനി നമുക്കിപ്പോൾ ചിത്രങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്ന കണ്ടില്ലേ, ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്ന കാണിച്ചു. ക്ലിപ്പാർട്ടിൽ ഒന്നും ആവുന്നില്ല, ശരിയാവുന്നില്ല. ഫോട്ടോ ആൽബത്തില് ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുക്കാം. ഇതാണ് നമുക്ക് ഇവിടെ ഷേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഷേപ്സ് ഫ്രം ഹിയർ വി ക്യാൻ ടേക്ക് എനി ഷേപ്പ്. സോ മെനി ഷേപ്സ് ഹാവ് ബീൻ ഗിവൺ ഹിയർ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മൾ മറ്റേ നെക്സ്റ്റ് സ്മാർട്ട് ആർട്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞുണ്ട്. എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം.
True light. Here, English school. പാടിയോട്ടിച്ചാൽ. പുളിങ്ങോ. ഓക്കെ, കണ്ടോ? ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ പാടിയോട്ടിച്ചാൽ. ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചെന്നാൽ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ഒന്നുകൂടി പറഞ്ഞു തരാം. ഐ വിൽ സ്റ്റോപ്പ് ദ ഷെയറിങ്. ഓക്കെ, നമ്മൾ ഷെയർ ചെയ്തത് സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇൻസേർട്ടിൽ വിൽ ക്ലിക്ക് ഓൺ ഇൻസേർട്ട്. ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹിയർ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ പിക്ചേഴ്സ് എടുത്ത് നമുക്ക് സ്ക്രീൻ ഇതുപോലെ എന്തെങ്കിലും ഷേപ്പ് ഫോട്ടോ ആൽബം എന്നൊക്കെ പറഞ്ഞ് ന്യൂ ഫോട്ടോ ആൽബം ഇത് വേണ്ട. നമുക്ക് ഇതിനകത്ത് ഫോട്ടോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കമ്പ്യൂട്ടറിനകത്ത് വേറെ ഫോട്ടോസും പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. നമ്മൾ ഷേപ്സ് എടുക്കുന്നു. ക്ലിക്ക് ഓൺ ഷേപ്സ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് എടുക്കാം. ഫസ്റ്റ് വി വിൽ ടേക്ക് വിച്ച് പിക്ചർ? സ്മൈലി തന്നെ എടുക്കാം അല്ലേ? വിൽ ക്ലിക്ക് ഓൺ സ്മൈലി. ദെൻ വി ഹാവ് ടു ക്ലിക്ക് ഹിയർ. ഇനി വൺസ് ഇഫ് യു ക്ലിക്ക്ഡ്, ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് കോപ്പി എടുക്കണമെങ്കിൽ വീണ്ടും അവിടെ തന്നെ വന്നിട്ട് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും വരും. അതിനെടുത്ത് ഇവിടെ കൊണ്ടുവെക്കുക. നമുക്ക് എവിടെയൊക്കെ വെക്കണോ അങ്ങനെയൊക്കെ. നെക്സ്റ്റ് ഇനി സ്മാർട്ട് ആർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വി ക്യാൻ സെലക്ട് എനി വൺ ഫ്രം ഹിയർ. സ്മാർട്ട് ആർട്ട്. സീ ദ ഓപ്ഷൻ ഹിയർ, സ്മാർട്ട് ആർട്ട്. ഹിയർ സോ മെനി ഓപ്ഷൻസ് ആർ ദർ. നമ്മൾ എടുത്തത് ഇതായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അനദർ വൺ വി ക്യാൻ ടേക്ക്. ഐ എം ഗോയിങ് ടു ടേക്ക് ദിസ് വൺ. ഇതിങ്ങനെ വരും അതിന്റെ സ്ട്രക്ചർ. മോഡൽ ഇറ്റ് വിൽ ബി ഷോൺ ഹിയർ. ഓക്കെ, ദെൻ വി ഹാവ് ടു ക്ലിക്ക് ഓൺ ഓക്കെ. ഇവിടെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വന്നു. അവിടെ നമ്മൾ ഏത് മോഡലാണ് എടുക്കുന്നത് അത് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എടുത്തതിന് ശേഷം താഴെ ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ വരും. ഇതിവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നൗ ഐ എം ഗോയിങ് ടു റൈറ്റ് യുവർ നെയിം ഹന്ന. നെക്സ്റ്റ് ഹു ഇസ് ദർ? മുഹമ്മദ്. നെക്സ്റ്റ് റുവൈസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പോയ അണ്ട റുവൈസ് എവിടെ? റുവൈസ്. ഇനി ഓൺലി 3 ആർ ദേർ. നെക്സ്റ്റ് ഇത് വണ്ണില് അതുൽ. നെക്സ്റ്റ് ഇനി ആരൊക്കെയുള്ളേ? ജോസി ഉണ്ടായിരുന്നു അല്ലേ? ജോസി. നെക്സ്റ്റ് വൺ ഹു എൽസ് വാസ് ദേർ? സായി കൃഷ്ണ. നെക്സ്റ്റ് ആദിത്യൻ. നെക്സ്റ്റ് ലക്ഷ്മി. ഇത്രയും പേർക്ക് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ? ആരാണ് ഇനി ബാക്കിയുള്ളത്?
ഷിസ. ഇനി ഇതിന്റെ കൂടത്തിൽ കയറ്റാനേ പറ്റുള്ളൂ. ഗ്രേസിനെ ഷിസയുടെ കൂടത്തിൽ കയറ്റാം. ഷിസ, ഗ്രേസ്. അഗൈൻ ഹു എൽസ്? ഇനി ആരാ ബാക്കിയുള്ളേ? മിസ് ചെയ്ത് ഗ്രേസ് എന്നല്ല ഗെയ്സ് എന്നാണ്. ഓ സോറി അവിടെ ഒരു ആറും കൂടെ വേണം അല്ലെ. ഗ്രേസ്. ആ ദെൻ ഹു എൽസ്? ഇനി ആരുടെയാ പേര് ബാക്കി എഴുതല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ പാടാണ്. സായി കൃഷ്ണ, ജോസി, ആദിത്യൻ, ലക്ഷ്മിപ്രിയ, മുഹമ്മദ് കെ, അതുൽ, ഹന്ന. ഇത്രയും പേരുള്ള തോന്നുന്നു അല്ലേ? റിവൈസ് ഒക്കെ പോയോ? ഓക്കെ. ദിസ് മെനി നെയിംസ്. ഇതിങ്ങനെ മനസ്സിലായോ? നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഇൻസേർട്ടിൽ പോയിട്ട് സ്മാർട്ട് ആർട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവിടെ നിന്ന് എടുക്കാം. ഞാൻ ഐ ഹാവ് സെലക്ടഡ് ദിസ് വൺ. ഇഫ് യു വാണ്ട് യു ക്യാൻ സെലക്ട് ദിസ് ലൈക്ക് ദാറ്റ് വേ. ഇഫ് യു സെലക്ട് ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി. ഇഫ് യു സെലക്ട് ദിസ് വൺ ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി. ദെൻ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തതിന് ഇനി ഇതിന് വിൽ ഗോ ടു ആനിമേഷൻ. ആനിമേഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? റിവൈസ് പോയിന്ന് തോന്നുന്നല്ലേ? പെട്ടിയൊക്കെ എടുത്ത് കാണുന്നില്ല കുഞ്ഞിനെ. ശരി, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പോലെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇവിടെ എ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ നോക്കി, പക്ഷെ കിട്ടുന്നില്ല. നോക്കട്ടെ. വേർഡായിട്ടൊക്കെ കാണുന്നത് അതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ. ഇനി സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായതുകൊണ്ടാണോ എന്നും അറിയില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ രീതിയിലേക്ക് ആക്കാനേ പറ്റുള്ളൂ ഇതിനകത്ത്. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതായിരുന്നു തോന്നുന്നു അല്ലേ? ബോർഡർ ഒക്കെ ഫസ്റ്റ് പ്രസന്റേഷൻ. ഈ വേർഡ് ആർട്ടിനകത്ത് എന്തിനും വരുന്നത് കാണുന്നില്ലല്ലോ നമ്മുടെ. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. അത് ഇതിനകത്തില്ല മക്കളെ. ഓക്കെ, നമുക്കിപ്പം പേജ് നമ്പർ 72-ലുള്ളതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഇക്വേഷൻസ് അങ്ങനെയുള്ളതൊന്നും ഇതിനകത്ത് വരുന്നില്ല.
Okay. Okay. ഇവിടെ ഷേപ്പ് ഔട്ട്ലൈൻ ഷേപ്പ് ഇഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വരിക. ക്ലിക്ക് ഹിയർ. ഇവിടെ കുറെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബീവല് ക്ലിക്ക് ചെയ്ത് എങ്ങനെ വരും? 3D റൊട്ടേഷനിലാണെങ്കിൽ ഇത് 3D റൊട്ടേഷന്. ഓക്കെ, ക്ലിക്ക് ഓൺ ദിസ്. കാണുന്നില്ലല്ലോ. You can't see? Can't you see that? No. Okay. 1 second. ചില സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതാണ്. Okay, now can you see him? Now? Josie, Hanna and all, can you see now the screen? Yes, miss. Okay. So now I have typed true light. Then ഈ ട്രൂ ലൈറ്റിനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ഓക്കെ ഹോം ഇതാ ഒന്ന് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഒന്നും ശരിയാവുന്നില്ല. അതാണ്. I'll click on new. Can you see the new presentation now? New page. Okay. Then I will type here. Okay. Can you see what I have written here? Can you read it? True light. True light. Okay. Now I'll select it. ഇവിടെ തന്നെ ഇപ്പോഴേ തെളിയാൻ തുടങ്ങി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താവും അറിയത്തില്ല. ഇവിടെ ഷേപ്പ് ഇഫക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് ഹിയർ 3D ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ മോഡൽസ് ഒക്കെ കാണും. നമ്മുടെ വേർഡ് ആർട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ. ഫസ്റ്റ് ഐ വിൽ ചേഞ്ച് ഇറ്റ്സ് കളർ, ഷേപ്പ് കളർ ആൻഡോള്. നല്ല നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഷേപ്പ് ഔട്ട്ലൈന്, ഷേപ്പ് ഫില്ല് ബ്ലൂ കളർ കൊടുക്കാം. ദെൻ ഷേപ്പ് ഓക്കെ. ഇപ്പം ഇങ്ങനെ ഒരു ഡിസൈനിൽ ഞാൻ എടുത്തു. എന്നിട്ട് 3D റൊട്ടേഷനിൽ